219 മരണം, 300 ശരീരഭാഗങ്ങൾ 147. അത് മരണത്തിന്റെ കണക്കിലേക്ക് വരുന്നതാണ്. അല്ല, ബോഡി പാർട്സ് ഉണ്ടല്ലോ അല്ലേ, നമ്മൾ ഒന്ന് പറഞ്ഞേക്ക് DC. ബോഡി പാർട്സ് നമ്മൾ പല പല പാർട്സ് ആണോ ഒരു ബോഡിന്റെ പാർട്സ് ആണോ നമുക്കറിയില്ല. എടുക്കാനാവില്ലല്ലോ. ഉദാഹരണത്തിന് ഒരാളുടെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്, ഒരു 3 ഭാഗം ഒരാളുടെ ശരീരത്തിൻ്റെ കിട്ടി, നമുക്കത് 3 മരണമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബോഡി പാർട്സ് എന്നുള്ളതിൽ വേറെ വെച്ചിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യും, DNA ടെസ്റ്റ് ചെയ്യും, അതിൻ്റെ ബ്ലഡ് വെച്ച് ടെസ്റ്റ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ബോഡി കിട്ടിയതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഇനി അവരുടെ ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്നുള്ള, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ പോകാം, ക്യാമ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ അവിടെ ആരെങ്കിലും മിസ്സിങ് കേസോ മറ്റോ ഉണ്ടെങ്കിൽ ആ നിലയിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഹെൽത്തിൻ്റെ ടീമിൻ്റെ കയ്യിൽ മിസ്സിങ് ക്ലെയിം ഡീറ്റെയിൽസ് ഉണ്ട്, അതെടുത്ത് ബ്ലഡ് ചെക്ക് ചെയ്യും ക്യാമ്പുകളിൽ. ഇപ്പോൾ ബോഡി സാമ്പിൾ പൊതുവെ എടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ഇതിൽ നിന്ന്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് ഫോൾഡർ വെച്ച് ബോഡിൻ്റെ ഒരു പരിശോധന നടത്തും. അതിൽ ആഭരണങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കും. അപ്പോൾ അങ്ങനെയാണ് പരിശോധന നടത്തുന്നത്. മൃതദേഹത്തിൽ നിന്നും ടെസ്റ്റ് ചെയ്യും. പിന്നെ മിസ്സിങ് കേസായിട്ട് ഹെൽത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള മിസ്സിങ് ക്ലെയിംസ്, ആ ക്ലെയിംസുള്ള ഫാമിലി മെമ്പർ, അതിനും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആദ്യം അച്ഛൻ, അങ്ങനെയാണ് വരുന്നത്. ആ നിലയിൽ ആ പരിശോധനയും നടത്തും. അല്ല, അത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, കാണാതായതിൻ്റെ ഏകദേശ കണക്ക് നമ്മൾ നമ്മുടെ റേഷൻ കാർഡ് അതുപോലെ മറ്റ് ഇതൊക്കെ വെച്ചിട്ടൊരു കണക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫൈനലൈസേഷൻ ഇപ്പോൾ നടക്കുകയാണ്, ക്രോസ് ചെക്കിംഗ് ഒക്കെ.